ഹായ് എവരിവൺ, ഫൈസൽ മലബാർ ബിഗ് സല്യൂട്ട്. നിങ്ങൾക്ക് ഞാൻ കൈതരുന്നു. പൊന്നു പ്രേക്ഷകരെ, എന്തിനെന്നല്ലേ, പൊന്നാര പ്രേക്ഷകരെ, ആദില നൂറയുടെ 4 മാസം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുകയാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവമില്ല എന്ന് പറയാതെ പറയുകയാണ്. ഒരു കാര്യം പറയുകയാണ്, ഞാനിവിടെ മതം കൊണ്ടുവരുന്നതല്ല. എനിക്ക് പേഴ്സണലി ഞാനിവിടെ ജീവിക്കുന്നത് എല്ലാവരും ഒന്നാണ്. കൃഷ്ണൻ ഒന്നാണ്, വിൻസെൻ്റ് ഒന്നാണ്, മുഹമ്മദ് ഒന്നാണ്. നമുക്കെല്ലാവർക്കും ഇവിടെ ഒരു മതമുണ്ട്, ആ മതം മനുഷ്യമതം. അങ്ങനെയാണ് ഞാൻ പേഴ്സണലി ഉള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, റമദാൻ മാസത്തിൽ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന റമദാൻ മാസത്തിൽ ഇവറ്റകൾ ആദില നൂറ, അതായത് പകൽ സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് പറയുകയാണ് അള്ളാഹുവിൻ്റെ, അങ്ങനെ കളിയാക്കുകയാണ്. അതായത് ഇപ്പോൾ എല്ലാവർക്കും, എല്ലാ മതം വിശ്വസിക്കുന്ന എല്ലാവർക്കും അവരവർ വിശ്വസിക്കുന്ന ദൈവത്തോട് വിശ്വാസം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്ത് ഒരു ദൈവവുമില്ല എന്ന് പറയാതെ പറയുന്ന ആദില നൂറ അതിനുശേഷം സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയുകയാണ്. ആരോ ഒരാൾ ഒരു കമൻ്റ് ഇട്ട് ഇവരോട് ചോദിക്കുകയാണ്, ബാപ്പ വിളിച്ചിട്ടുണ്ടോ, ഏത് ബാപ്പ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മാതാപിതാക്കളെ വൃത്തികെട്ട രീതിയിൽ പറയുന്ന ഈ ആദില നൂറ അതിനുശേഷം ബിഗ് ബോസിൽ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വിശ്വസിച്ച് ഇവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയ ഈ ആദില നൂറയോട് ഫൈസൽ മലബാർ ഈ ചെയ്തത് നന്നായിന്നേ ഞാൻ പറയുകയാണ്. ഇവരെ വീട്ടിലല്ല, വീട്ടിൻ്റെ പടിക്ക് പോലും കയറ്റാൻ പറ്റൂല പൊന്നാര പ്രേക്ഷകരെ. അപ്പോൾ ഇന്ന് വന്ന 3 വീഡിയോ ക്ലിപ്പ് ആദ്യം ഞാൻ പ്ലേ ചെയ്താം. അതായത് ഫൈസൽ മലബാറിനെ കുറേ പേർ വിമർശിക്കുന്നുണ്ട്, അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ്. ആരാണ് ഫൈസൽ മലബാർ? നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണണം. ഓക്കെ, എന്നാലും ഫൈസൽക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനും ചിന്തിക്കാനൊക്കെ പറ്റും? ഒരു പാവം പിടിച്ച 2 സ്പെഷ്യലി ഏബിൾഡ് ആയ മക്കളുടെ കല്യാണം, സ്വന്തം കുട്ടികളെ കല്യാണത്തിനേക്കാണ് ഉഷാറായിട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അടുത്തത്, വളരെ കഷ്ടപ്പെട്ട് 2 പൈതമ്മക്കളെ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ താമസിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിന് വീട് വെച്ചെടുക്കുക. ഇതൊക്കെയാണ് ഫൈസൽക്ക ചെയ്യുന്നത്. 1 മണി വരെ ഭർത്താവ് കിടക്കും, അത് കഴിഞ്ഞ് 1 മണിക്ക് ശേഷം ഭാര്യ കുറച്ചു നേരം കിടക്കും, ടോയ്ലറ്റിൽ പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്റലക്ച്വലി ചലഞ്ചറായ 275ഓളം കുട്ടികൾക്ക് അത്താണിയാവുക, തെരഞ്ഞെടുക്കപ്പെട്ട 10ഓളം കുടുംബങ്ങൾക്ക് ആയുഷ്കാലം മുഴുവൻ റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ വീട്ടുതാമസത്തിന് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൈസക്കാരുണ്ടല്ലേ, പക്ഷെ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അർഹതപ്പെട്ട പാവങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ മൂല്യം കൂടുതൽ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും പാവങ്ങളെ സഹായിക്കാനും ഫൈസൽക്ക് സാധിക്കട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബായ്. പൊന്നു പ്രേക്ഷകരെ, ഇത്രയും നല്ല മനുഷ്യനെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ തള്ളിപ്പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര പേർക്കാണ് ഇങ്ങേരുടെ നാട്ടിൽ ആരാണ് ഫൈസൽ മലബാർ? നിങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചാൽ മതി. എത്ര പാവപ്പെട്ട മനുഷ്യന്മാർക്കാണ് ഇങ്ങേര് വീട് വെച്ച് കൊടുത്തത്, അതായത് എത്ര പേർക്കാണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്. അത്രയും നല്ല മനുഷ്യനെ നമ്മൾ തള്ളിപ്പറയണമെന്നാണോ? അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ചെറിയ തെറ്റുണ്ട്. അതായത് അദ്ദേഹം ഇവറ്റകളെ വിളിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് ഇവറ്റകളെ വിളിക്കാൻ പാടില്ലായിരുന്നു. വിളിച്ചിട്ട് അങ്ങനെ ചെയ്തത് തെറ്റാണ്. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനെ പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്ത് തെറിയാണ് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇവന്മാർ, അതായത് ഇവറ്റകൾ വലിയൊരു മഹാന്മാരൊന്നും അല്ലല്ലോ. ഇവറ്റകൾ 4 മാസം മുമ്പ് ചെയ്ത കാര്യങ്ങൾ, ഇവറ്റകൾ അതായത് സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കാത്തവരാണ് ഇവറ്റകൾ അല്ലേ. അതിനുശേഷം ഈ പറയുന്ന സ്വന്തം ദൈവം ഇല്ല എന്നടക്കം പറഞ്ഞവരാണ്. എന്താ അല്ലേ, ഞാനൊരു കാര്യം പറയുകയാണ്, മതവിശ്വാസം ഇല്ലെങ്കിൽ, ഇപ്പം എനിക്ക് പേഴ്സണലി മതം ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആരുടെ മതം ദീപാവലി വരുമ്പോഴും വിമർശിക്കാൻ പാടില്ല, ക്രിസ്മസ് വരുമ്പോഴും വിമർശിക്കാൻ പാടില്ല, റമദാൻ വരുമ്പോഴും വിമർശിക്കാൻ പാടില്ല. നമ്മൾ മിണ്ടാണ്ടിരിക്കണം. ഇവറ്റകൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവറ്റകൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് മതമില്ല എന്നൊന്നും ഇവറ്റകൾ പറഞ്ഞിട്ടില്ല. പക്ഷേ റമദാൻ മാസ സമയത്തൊക്കെ വെള്ളം കുടിച്ചിട്ടും അങ്ങനെയൊക്കെ ലൈവൊക്കെ ഇട്ടും കാര്യങ്ങളൊക്കെ, ഇതിനെക്കുറിച്ച് അവർ എന്നോട് പ്രൂഫ് ചോദിച്ചാൽ ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഇവറ്റകൾ പറഞ്ഞ, അതായത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ, വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ഫൈസൽ മലബാറിനെ ഇവറ്റകൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയാൻ പാടില്ല. ഫൈസൽ മലബാർ ചെയ്തത് എല്ലാം ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, പൊന്നു പ്രേക്ഷകരെ, അതൊന്നുമല്ല. ഫൈസൽ മലബാറിനെ അനുകൂലിച്ച് ഒരു യുവാവ് രംഗത്ത് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ വിവാദമാണ്. യുവാവ് എന്താണ് പറയുന്നത് അത് ഞാൻ പ്ലേ ചെയ്യാം. അതിനു മുമ്പ് ഒരു ഉമ്മ ഒരു 40 വയസ്സായിട്ടുള്ള ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ആദില നൂറയുടെ ഇഷ്യൂ ഇന്നിപ്പോൾ വീഡിയോ വീട്ടിൽ കണ്ടു. ഞാൻ 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. എൻ്റെ മോള് പഠിക്കുവാണ്. അവിടെ ഒരുപാട് ഇഷ്യൂസ് ഈ ലെസ്ബിയൻസിന് ബേസ് ചെയ്തിട്ടുണ്ട്. ഗേൾസ് സ്കൂളാണല്ലോ. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഫ്രഞ്ച് കിസ് ചെയ്യുക, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മിക്സഡ് സ്കൂളുകളിൽ ബോയ്സും ഗേൾസിൻ്റെ ഇടയ്ക്ക് അഫെയറൊക്കെ ഉണ്ട്. പക്ഷേ അതാണെങ്കിൽ
ഈ ഒരു രീതിയിലേക്ക് പോകുന്നില്ല. ഇവർ പ്യൂർലി സെക്സ് ബേസ്ഡ് ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ്. അവരുടെ ആ ഒരു സെക്ഷലി ഉള്ള ഒരു അഗ്രഷൻ എങ്ങനെയൊക്കെയോ അവർ തീർക്കാൻ ശ്രമിക്കുന്ന മാത്രമാണ്. ഇതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരുപാട് വീട്ടിലെ പാരൻസ് ഇതിൻ്റെ പേരിൽ സഫർ ചെയ്യുന്നുണ്ട്. ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയാണെന്ന് കരുതി ഇങ്ങനൊരു മൈൻഡ് സെറ്റിൽ ഇല്ലാത്ത ആൾക്കാർ ഇതിലേക്ക് പോകുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടോളൂ നിങ്ങൾ, ഉമ്മക്ക് പറയാനുള്ള ഇതാണ്. അപ്പോൾ ഒരു യുവാവ് കുറച്ച് കാര്യങ്ങൾ, അതായത് ഫൈസൽ മലബാറിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് നെഗറ്റീവ് കമൻ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പറയണം പ്രേക്ഷകരെ, ആ പയ്യൻ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, നിങ്ങളെ വീട്ടിൽ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ഈ രണ്ട് വ്യക്തികൾക്കെതിരെ എടുത്ത നിലപാടിനെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. അത് വലിയൊരു മാതൃകാപരമാണ്. നിങ്ങൾക്ക് അതിന് പൂർണ്ണമായിട്ട് പിന്തുണ അറിയിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെയൊക്കെ എവിടെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ പറ്റും അവിടെയൊക്കെ മോശമായി ചിത്രീകരിച്ച, എവിടെയൊക്കെ താറടിച്ച് കാണിക്കാൻ പറ്റും അവിടെയൊക്കെ താറടിച്ച് കാണിക്കുന്ന, അതല്ലെങ്കിൽ എവിടെയൊക്കെ പിന്തള്ളാൻ പറ്റും അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്തള്ളുന്ന രണ്ട് വ്യക്തികൾക്കെതിരെ നിങ്ങളെടുത്ത നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിന്റെ ഒപ്പരം തന്നെയാണ്. ആ ഒരു നിലപാടിന് പൂർണ്ണമായിട്ട് പിന്തുണയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ വലിയൊരു രീതിയിൽ ഇതിനെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടാവും, അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരുപാട് ആൾക്കാരുടെ പ്രതിഷേധങ്ങൾ നിലപാടുകളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ എടുത്ത ഒരു കറജ്, ഈ ഒരു ധൈര്യം, ഈ ഒരു നിലപാട് പറയാൻ എടുത്ത ഒരു ധൈര്യത്തിന് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് പിന്തുണ അറിയിക്കുന്നുണ്ട്. സല്യൂട്ട്. ഓക്കെ, ഈ ചങ്ങായി പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സത്യം പറഞ്ഞാൽ ആദില നൂറയുടെ ആ മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, എന്താണല്ലേ, അതായത് ഇപ്പോൾ അവരെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, എന്തിന് സ്വന്തം മാതാപിതാക്കളെ തെറിയൊക്കെ വിളിക്കുന്നത്? അതൊക്കെ തെറ്റല്ലേ? അപ്പോൾ പ്രേക്ഷകരെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.